രാജ്യത്തെ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തം അഹമ്മദാബാദിൽ നടന്നതിന്റെ നടുക്കം മാറാതെയാണ് രാജ്യം ഇപ്പോൾ ഉള്ളത്. ഇതുവരെ 265 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മരണസംഖ്യ കൂടാമെന്നാണ് സൂചന. 241 യാത്രക്കാരുടെയും ബാക്കി പ്രദേശവാസികളുടെയും മൃതദേഹങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരിച്ച 10 പേർ വിമാനം പതിച്ച മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളാണ്. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അപകടസ്ഥലം അല്പസമയത്തിനകം അദ്ദേഹം സന്ദർശിക്കും. ഉദ്യോഗസ്ഥ സംഘം ഇന്നും പരിശോധന തുടരും. കിരൺ ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കിരൺ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്ഥിരീകരിക്കുന്ന കണക്കുകൾ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 265 മൃതദേഹങ്ങളാണ് സിവിൽ ഹോസ്പിറ്റലിൽ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറമുള്ള കണക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. 294 എന്ന മരണസംഖ്യയാണ് പലയിടത്തും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാലാണ് നമ്മൾ 265 മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട്, പ്രദേശവാസികളായവരെ എന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള ആശങ്കയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തുകയാണ്. അഹമ്മദാബാദിൽ മോദി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണ സംഘം അവിടെയുണ്ട്. അമിത്ഷായും വ്യോമയാന മന്ത്രിയും കഴിഞ്ഞ ദിവസം തന്നെ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഒപ്പം പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. ആര്യ, ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ 265 എന്നുള്ളത് 242 യാത്രക്കാരിൽ 241 പേരും മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികളും 14ഓളം പ്രദേശവാസികളും എന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരിച്ച കണക്ക്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ കൂടിയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. മരണസംഖ്യയെ സംബന്ധിച്ച് സ്ഥിരീകരിച്ച ശേഷം നൽകുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. അത് വെച്ചാണ് നമ്മൾ ആ തരത്തിലേക്ക് വാർത്ത നൽകുന്നത്. പക്ഷേ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ, നമ്മുടെ ദേശീയ അവിടുത്തെ മാധ്യമ റിപ്പോർട്ടുകളടക്കം വരുന്നുണ്ട് ആ തരത്തിലേക്കൊക്കെ. എന്തായാലും ഈ വിമാനം തകർന്നു വീണപ്പോൾ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ ഈ തകർന്നു വീണ സ്ഥലത്ത് താഴെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നൊക്കെ കൃത്യമായുള്ള വിവരങ്ങൾ ഒന്നുമില്ല. ഇതിന് മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിമാനം തകർന്നു വീണ് തൊട്ട് അടുത്ത സമയത്ത് തന്നെ അത് തീഗോളമായി മാറിയിരുന്നു. ഏകദേശം ഒരു ഫർണസ് പോലെ അത് അരമണിക്കൂറിലേറെ സമയം, 1 മണിക്കൂറോളം എന്ന് തന്നെ പറയാം, അത് ഫർണസ് പോലെ നിന്ന് കത്തുകയായിരുന്നു. വിമാനത്തിൽ അത്രത്തോളം ഇന്ധനമുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് കത്തുന്ന സമയത്ത് അതിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാർ, അത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ഈ വിമാന ഏവിയേഷൻ ഫ്യൂവൽ നിന്നാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് അതിഭീകരമായ രീതിയിലേക്കുള്ള ഒരു കത്തലായിരിക്കും. അതിനുള്ളിൽപ്പെടുന്ന ആളുകളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കിട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ലഭ്യമാകാൻ തന്നെ പ്രയാസമാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടവർ, ഇനി കാണാതായ ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണാതായ ആളുകൾ ആരെങ്കിലും അങ്ങനെ മരണപ്പെട്ടോ, അത്തരം അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ശരീരഭാഗങ്ങളൊക്കെ ഇതായി ഈ അപകടത്തിൽ തന്നെ പെട്ട് പലതായി നുറുങ്ങി ഒക്കെ പോയവർ, പല രീതിയിലേക്കൊക്കെ മാറിപ്പോയി. അത്തരം ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, അത്രത്തോളം ഭീകരമായ ദൃശ്യങ്ങളാണ്. നമുക്ക് പോലും അത് കാണാൻ സഹിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ്. അത്തരം ആളുകളുടെയൊക്കെ ഇനി ആ ശരീരാവശിഷ്ടങ്ങൾ എടുത്ത്, ആ ശരീരാവശിഷ്ടങ്ങൾ ബന്ധുക്കളുടെ DNA പരിശോധിച്ച് ഇതിലേത് DNA ആണ് യോജിക്കുന്നത്, അങ്ങനെയാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ ഇന്ന ആളുടെ ആണ് എന്നുള്ള ഇത് കണ്ടെത്താൻ കഴിയുന്നത്. അല്ലാതെ ഈ മൃതദേഹത്തിൻ്റെ ആരുടെ ആണെന്ന് കണ്ടെത്താൻ തന്നെ മാർഗമില്ല. അത് ഏറ്റവും ദുഷ്കരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് DNA പരിശോധനയ്ക്കായി എല്ലാ മരണമടഞ്ഞു സംശയിക്കുന്ന എല്ലാ ആളുകളുടെയും ബന്ധുക്കൾ എത്തണം എന്ന് പറഞ്ഞത്. അങ്ങനെ ബന്ധുക്കൾക്ക് എത്താൻ വേണ്ടി എയർ ഇന്ത്യ മുംബൈയിൽ നിന്നും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും വിമാന സർവീസുകളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും വിമാന സർവീസ് ഉണ്ടായിരുന്നു, ഇന്നും അങ്ങനെ വിമാന സർവീസ് ഉണ്ട്. നിലവിൽ യാത്രക്കാരിൽ ഉണ്ടായിരുന്ന 242 പേരിൽ 200ഓളം പേരുടെ ബന്ധുക്കൾ എത്തി അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഈ DNA സാമ്പിളുകളുമായി മൃതദേഹത്തിൻ്റെ DNA സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അത് തമ്മിൽ മാച്ച് ചെയ്യുന്നത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തി, മൃതദേഹം പൂർണ്ണമായ അവസ്ഥയിലാണോ അതല്ലെങ്കിൽ വ്യത്യസ്ത ശരീരഭാഗങ്ങളാണോ അതെല്ലാം കണ്ടെത്തി അത് മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ള നടപടിയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ തീവ്രമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തുള്ളിൽ തന്നെ ഇവിടെ ഇപ്പോൾ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന സിവിൽ ആശുപത്രി
സന്ദർശിക്കും. അവിടെ ഒരു ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടർ നടപടികൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയും നേരിട്ട് തന്നെ എത്തി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതോടൊപ്പം തന്നെ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIBയുടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കുന്നുണ്ട്. അത് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം നായിഡു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് ബോയിങ് കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോകത്ത് ഈ രംഗത്ത് ഏറ്റവും വിദഗ്ധമായ അന്വേഷണ സംവിധാനങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ, ഒന്ന് UK-യും ഒന്ന് US-ഉമാണ്. UK-യും US-ഉം ഈ അന്വേഷണത്തോട് സഹകരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. UK എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് അന്വേഷണ സന്നദ്ധ ഔദ്യോഗികമായി തന്നെ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അവർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമായ അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട്. ബോയിങ് കമ്പനിയും ഈ അന്വേഷണത്തോടെല്ലാം സഹകരിക്കണം. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നത് അറിയേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല, അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട മാത്രം ആവശ്യമല്ല. അത് ബോയിങ് കമ്പനിയുടെ ഈ വിമാന 787 ഡ്രീം ലൈനർ വിമാനം ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. 1000-ലധികം വിമാനങ്ങൾ ഇപ്പോൾ തന്നെ. അതെ, അതാണ് കിരൺ അതിലെ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ബോയിങ്ങുകളിൽ ഒന്നാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ പരിമിതമായ വിവരങ്ങൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിൽ ഉള്ളെങ്കിൽ പോലും പലതരത്തിലുള്ള നിഗമനങ്ങൾ, വിലയിരുത്തലുകൾ, റൂമറുകൾ ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളത്. ഇരട്ട എഞ്ചിനുള്ള വിമാനം, അതിൽ ഈ ഇരട്ട എഞ്ചിനുകളും ഒരേപോലെ തകരാറിലായോ? അതും ഈ ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനുള്ളിലാണ് തകർന്നടിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്കറിയാം, സാധാരണയായി ഒരു വിമാനം ടേക്ക് ഓഫിന് മുമ്പ് എത്രത്തോളം സുരക്ഷാ പരിശോധനകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അത്രത്തോളം പ്രാവീണ്യമുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റും ഫസ്റ്റ് ഓഫീസറുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അവർ ആ പരിശോധനകളൊക്കെയും നടത്തിയിട്ടുണ്ടാകും. അത്തരത്തിൽ പരിശോധന നടത്തിയതിനു ശേഷം അപകടം സംഭവിക്കില്ല എന്നതിലേക്കൊന്നുമല്ല നമ്മൾ പറഞ്ഞ് എത്തുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു അപായം അത് ഈ 30 സെക്കൻഡിനുള്ളിൽ എങ്ങനെ സംഭവിച്ചു എന്ന വലിയ ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്, അല്ലേ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധനയോടെയാണ് ഇതെല്ലാം വ്യക്തമാകേണ്ടത്. ഇതുവരെ ഉണ്ടായിരുന്ന ഔദ്യോഗികമായ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പലതരത്തിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ രംഗത്തെ വിദഗ്ധർ മാത്രമല്ല, ഈ രംഗത്ത് യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത ആളുകളടക്കം ഇന്നലെ ആ വിമാനത്തിന് ഉള്ളിലെ സീറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഇൻഫോർടൈൻമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല, അത് യന്ത്രത്തകരാറ് കൊണ്ടാണ് പ്രവർത്തിക്കാത്തത് എന്ന മട്ടിലൊക്കെ ആളുകൾ തട്ടിവിടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇൻഫോർടൈൻമെൻറ്റും പ്രവർത്തനവും എങ്ങനെയാണ് വിമാനത്തിൻ്റെ യന്ത്ര തകരാറുമായി ബന്ധപ്പെടുന്നത് എന്നൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അതുകൊണ്ട് ഈ വിമാനം യന്ത്രത്തകരാർ നേരത്തെ ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞ യാത്രയിൽ ആ ഇൻഫോർടൈൻമെൻറ്റ് പ്രവർത്തിച്ചില്ല എന്ന് ഒരാളുടെ ട്വീറ്റൊക്കെ കാണിച്ച് അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ രംഗത്തെ ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഒരു വിവരം അനുസരിച്ച് അത് DGCA പറഞ്ഞത് സാധ്യത എന്ന് പറയുന്നത് പക്ഷി ഒരേ സമയം തന്നെ ഒന്നിലധികം പക്ഷികൾ ഈ വിമാനത്തിൻ്റെ 2 എഞ്ചിനിലും ഇടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടർബൈൻ്റെ പ്രവർത്തനം തകരാറിലാവും, അതിൻ്റെ ബ്ലേഡ് അടക്കം പ്രവർത്തനരഹിതമാവുകയോ കേടുപാടുകൾ പറ്റുകയോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരേ സമയം ഇങ്ങനെ 2 എഞ്ചിൻ്റെയും ടർബൈനുകളെല്ലാം കൂടി അങ്ങനെ അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ തകരാറിലാവുന്ന അവസ്ഥ അത്യപൂർവം എന്ന് വേണം പറയാൻ. പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ചാൻസാണ്. അങ്ങനെ ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്ന വിവരത്തിൽ അത് മാത്രമാണ് നമുക്കൊരു ചാൻസായി പറയാവുന്നത്. പിന്നീട് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അത് യന്ത്രത്തകരാർ. ഈ വിമാനത്തിൻ്റെ ബോയിങ് 787 എന്ന് പറയുന്ന ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണ് ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. ഈ വിമാനത്തിലൊക്കെ പ്രധാനപ്പെട്ട വലിയ രാജ്യാന്തര തലത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളൊക്കെ ചില പ്രത്യേക ക്ലാസ്സിലൊക്കെ ഉള്ള യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുന്നത് വിമാനത്തിൻ്റെ കമ്പനി ഏതാണ് എന്നൊക്കെ നോക്കി യാത്ര ചെയ്യുന്നവർ പോലും അവർ പോലും അങ്ങനെ ആ സുരക്ഷ നോക്കുന്ന വൻപൻ വ്യവസായികളൊക്കെ ഉണ്ട്. അവർ പോലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ് ബോയിങ് 787. കാരണം ഈ ബോയിങ് 787 കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മേജർ അപകടത്തിൽ, അങ്ങനെ യന്ത്രത്തകരാറ് മൂലം ഒരു അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതിനെതിരെ നിർമ്മാണത്തിലെ
പാകപ്പിഴകൾ ഉണ്ട് എന്നൊക്കെ കഴിച്ച് ഈ ഇവിടുത്തെ തന്നെ ഒരു എഞ്ചിനീയർ പുറത്തു വന്ന് വിസിൽ ബ്ലോവറായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അമേരിക്ക അന്വേഷണം നടത്തിയിരുന്ന ഇടയ്ക്ക് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും അതിൻ്റെ സർവീസ് നിർത്തിവെക്കുകയും അതിനെ തുടർന്ന് വീണ്ടും അത് പരിശോധിച്ച ശേഷം അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി സർവീസ് നടത്തുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അന്ന് തള്ളിക്കളഞ്ഞാണ്. ഇനി അത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും പരിശോധിക്കേണ്ടി വരും എന്നത് ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ അപ്പോഴൊന്നും ബോയിങ് 787-ൻ്റെ പ്രത്യേകത അങ്ങനെ ഒരിക്കലും ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഡബിൾ എഞ്ചിൻ വിമാനമാണ്. ഡബിൾ എഞ്ചിൻ വിമാനത്തിന് ഒരു എഞ്ചിന് തകരാറ് വന്നാൽ മറ്റേ എഞ്ചിൻ കൊണ്ട് അടുത്ത ഒരു ഏതെങ്കിലും വിമാനത്താവളത്തിലേക്ക് സുരക്ഷിതമായി ഇറക്കാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത, ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ വേണമെങ്കിൽ ഇന്നലെ ഒരു എഞ്ചിൻ തകരാറിലായാൽ മറ്റേ ഒരു എഞ്ചിൻ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ പറക്കാനുള്ള ശേഷിയുള്ള ഒരു വിമാനമാണ്. പൂർണ്ണമായും ഒറ്റ എഞ്ചിൻ കൊണ്ട് തന്നെ പറക്കാനുള്ള ശേഷിയുള്ള ഒരു വിമാനം കൂടിയാണത്. അതുകൊണ്ട് അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുണ്ട്. അതോടൊപ്പം ഈ വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ തകരാറുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംവിധാനം ഈ വിമാനത്തിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളൊക്കെയാണ് ഈ ഡ്രീം ലൈനറിലുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും സാങ്കേതിക തകരാറ് ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ വിമാനത്തിൻ്റെ വീൽ ഉയർത്തിയിരുന്നില്ല, അങ്ങനെ അത് വീൽ ഏതെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഉയർത്താതിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിമാനത്തിൻ്റെ